ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ജീവിതത്തെ കുറെ കൂടി അഴകുള്ളതാക്കാൻ വേണ്ടിയാണ് എല്ലാ സുവിശേഷ മൂല്യങ്ങളും. സുവിശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കുന്നത് പോലെ എസ്തറ്റിക്സ് ഫോർ അവർ എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ ലാവണ്യശാസ്ത്രമാണ്. ഇതുമാത്രം നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു, അത്രയും ചെറിയ പ്രാണന് അഴകും സുഗന്ധമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്, ക്രിസ്തു തൻ്റെ സ്നേഹിതരെ, സാർത്ഥവാഹക സംഘത്തെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം: നിങ്ങൾ ഏത് നഗരത്തിൽ ചെല്ലുമ്പോഴും ആ നഗരത്തിൽ അർഹതയുള്ളവരോടൊപ്പമായിരിക്കുക. അടുത്ത വരിയാണ് ഇന്നത്തെ നമ്മുടെ സത്സംഗിൻ്റെ ധ്യാന വിചാരം: നഗരം വിടുവോളം അവരോടൊപ്പമായിരിക്കുക. എന്താ അതിൻ്റെ സൂചന? എല്ലാത്തിനോടും പുലർത്തേണ്ട ഒരു വിശ്വസ്തയുണ്ട്. ആരും ആരെയും ഒന്നിനെയും പാതി വഴി വിട്ടിട്ട് പോയിക്കൂടാ. ഓരോരുത്തരുടെയും ക്യാരക്ടർ എന്തെന്ന് നിശ്ചയിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരവരുടെ ജീവിതത്തിൽ പലതിനോടും പുലർത്തുന്ന വിശ്വസ്തയാണ്. അങ്ങനെയാണ് ഈ ബൗദ്ധ പാരമ്പര്യങ്ങളൊക്കെ പറയുന്ന കണക്ക് നിങ്ങൾ ഏത് ലോഹം കൊണ്ടാണ് നിശ്ചയിക്കപ്പെട്ടത്, നിർമ്മിക്കപ്പെട്ടതെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, വരച്ചു നോക്കാൻ പറ്റുന്നത്. ദൈവം ഈ വിശ്വസ്തൻ എന്നൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ, ആ പരമചൈതന്യത്തെ വിളിക്കുന്നത്. വാഗ്ദാനങ്ങൾ വിശ്വസ്തൻ, എൻ്റെ സ്നേഹം അചഞ്ചലമാണ് തുടങ്ങിയ ആ തിരുവചന ഭാഷ്യങ്ങളിലൊക്കെ സൂചന സത്ത് അത് തന്നെയാണ്, കാതൽ അത് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഒരാളെന്ന നിലയിൽ ആ ക്രിസ്തുവും പുലർത്തിയ ആ പ്രധാനപ്പെട്ട മൂല്യങ്ങളൊന്നും വിശ്വസ്തതയാണ്. എബ്രായ കർത്താവ് പറയുന്ന കണക്ക്, ലേഖകൻ പറയുന്ന കണക്ക് 3-ാം അധ്യായത്തിലാണത്. മോശ ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയതുപോലെ യേശുവും ദൈവത്തോട് വിശ്വസ്ത പുലർത്തി. യേശുവിൻ്റെ ആ വിശ്വസ്തതയ്ക്ക് ആ മോശയേക്കാൾ പ്രകാശവും മതിപ്പും ഒക്കെ ഉണ്ടായിരുന്ന മട്ടിലാണ് ആ അധ്യായം മുമ്പോട്ട് പോവുക. അപ്പം അതിങ്ങനെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റാണ്, ക്വാളിറ്റിയാണ്. ലോകത്തെ എല്ലായിടത്തും ഈ വിശ്വസ്തയുടെ കഥകളുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മിഴികളെ നനക്കുന്നത് ആ വിശ്വസ്തയുടെ കഥകളാണ്. എവിടെ ഒരു നായ തൻ്റെ യജമാനന് വിശ്വസ്ത കാണിച്ചാൽ പോലും നമ്മുടെ കണ്ണ് നിറയും. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ തന്നെ ഈ നായ ആ മാനവരാശിയോടൊപ്പം എപ്പോഴും ചേർന്ന് നടന്നത്. മിക്കവാറും ഈ ഒരു സിവിലൈസേഷൻ്റെ ഒക്കെ ഒരു ഘട്ടം തൊട്ട് ആ മനുഷ്യൻ്റെ കൂടെ നടക്കാനായിട്ട് ഈ നായകളുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു വിശ്വസ്ത എന്ന് പറയുന്ന ഒരൊറ്റ ഗുണം കൊണ്ടാണ് അത് നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ, നമ്മുടെ അകത്തും പുറത്തും ഒക്കെ ഇടം കണ്ടെത്തുന്നത്. വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ, 99 വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ആ വെള്ളപ്പൊക്കത്തിൽ തന്നെ പേരിട്ട് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയൊരു കഥയൊക്കെ മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അതീവ ഗാഠമായ അടുപ്പമുണ്ടായിരുന്ന ഒരു നായയും അതിൻ്റെ യജമാനും. വെള്ളം ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ അയാൾക്ക് നായ രക്ഷിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ചെറിയ വഞ്ചിയിൽ എല്ലാത്തിനെയും എല്ലാം എടുത്ത് വെക്കുമ്പോൾ ഈ നായക്ക് അതിനകത്ത് ഇടം കിട്ടുന്നില്ല. നായ അത് പ്രതീക്ഷയുണ്ടാകും കൂടെ കൊണ്ടുപോകുന്ന യജമാൻ. പക്ഷെ അതിൻ്റെ ആ കൗതുകരമായ ഭംഗിയുള്ള ഭാഗം ഇതാണ്: നായ ഇടം വിട്ട് പോകുന്നില്ല. വെള്ളം ഉയർന്നു പൊങ്ങിട്ട് എങ്ങോട്ട് നീന്തി പോകുന്നില്ല. അത് മേൽക്കൂരയിൽ എവിടെയൊക്കെ ഇങ്ങനെ പറ്റി നിൽക്കുന്നുണ്ട്. ഓരോ പ്രശ്നങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ അതിനെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യർ എല്ലാ കാലങ്ങളിലും ഉണ്ട്. മോഷ്ടാക്കൾ ഇറങ്ങി ആ മോഷ്ടാക്കളുടെ ശ്രമത്തെയൊക്കെ ഈ നായ നന്നായിട്ട് തടയുന്നുണ്ട്, അതിന് പരിക്ക് പറ്റുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തൻ്റെ ഈ നായയെ തേടി യജമാനം വരുമ്പോൾ ഈ വെള്ളമിറങ്ങിയ മണ്ണിൽ അതിനോട് ജീർണിച്ച് ഒരു നായയുടെ ശരീരം കിടപ്പുണ്ട്. കഥ നായയുടെ കഥയൊക്കെ തന്നെയാണ്. പക്ഷേ വായിച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ നിറയും. അകത്തും പുറത്തും ഒക്കെ ഇങ്ങനെ ഒരു തരം ആ ഒരു നീരോട്ടം, ഒരു നനവൊക്കെ നമുക്കിങ്ങനെ അനുഭവപ്പെടും. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കണക്കൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ എന്തോ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ചെറിയ കഥയാണ്. ഹച്ചിക്കോ എന്ന് പറയുന്ന ഒരു സമാനമായൊരു ചിത്രമൊക്കെ, നായയെ ആധാരമാക്കിയുള്ള ചിത്രമൊക്കെ ആ ചെറിയ മക്കൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവരൊരു പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണത്. അതൊരു ട്രൂ സ്റ്റോറിയാണ് വാസ്തവത്തിൽ. ജപ്പാനിൽ ഒരു പ്രൊഫസറുടെ കൂടെ നടക്കാനായിട്ട് തയ്യാറായി അയാൾക്ക് കൂട്ടുപോയ ഒരു നായ, ജോലി കഴിഞ്ഞിട്ട് അയാൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് വരുമ്പോൾ ഈ നായ കൂടെ പോരുകയാണ്. വീട്ടിനകത്തൊന്നും ആദ്യമൊന്നും ഈ നായയുടെ ആർക്കും വലിയ മമതയൊന്നുമില്ല. എന്നിട്ട് ഈ നായ നല്ലൊരു വിശ്വസ്തനായ ഒരു അനുജന്റെ കണക്ക് കൂടെ നടന്നു. അയാൾ ജോലിക്ക് പോകുമ്പോൾ നായ കൂടെ പോകും. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ കിടക്കും. അന്തിയിൽ അയാൾ മടങ്ങി വരുമ്പോൾ അയാൾക്ക് കൂട്ടായിട്ട് തിരികെ വീട്ടിലേക്ക് വരും. ഒരു ദിവസം ജോലിക്ക് പോയി ഈ മനുഷ്യൻ ജോലി സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടു. നായക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. നായ തൻ്റെ യജമാനു വേണ്ടി ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ 9 വർഷത്തോളം കാത്തു കിടന്നു. പിന്നെ ഇത് മരിച്ചുപോയി. എല്ലാവർക്കും അറിയാം ഈ നായയുടെ കഥ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ നായ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു പാരബിൾ ആയിരിക്കണം. എന്താ പാരബിൾ എന്നൊക്കെ പറയുന്നത്? എ സ്റ്റോറി വിത്ത് ഡിവൈനേഴ്സ്. മനുഷ്യരുടെ വിശ്വസ്തകൾ കുറഞ്ഞു പോകുമ്പോൾ, മനുഷ്യർ പരസ്പരം ലോയൽറ്റി കാണിക്കാതെ പോകുമ്പോൾ, മനുഷ്യരെ ചതിക്കുമ്പോൾ ഒരു കാത്തുകിടക്കുന്ന നായ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മനോഹരമായ അടയാളമായിരിക്കണം.
ആ നായ മരിച്ചതിന് ശേഷം ആ നായക്ക് വേണ്ടി അവർ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഒരു വളരെ യഥാർത്ഥം നടന്നൊരു കഥയിൽ ആധാരമാക്കിയാണ് നേരത്തെ പരാമർശിച്ച ചിത്രം ഉണ്ടായത്. നായ പുലർത്തിയ വിശ്വസ്ത മാത്രമല്ല, നായയുടെ വിശ്വസ്ത പുലർത്തിയാണ് നമ്മുടെ കാണുന്നത്. പുരാണങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ എന്തെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചെന്നാൽ ഞാൻ പറയുന്നത് എപ്പോഴും അതാണ്, ധർമ്മപുത്രരെ പിഞ്ചുന്ന നായയുടെ കഥയാണ്. മോക്ഷത്തിലേക്ക് പോവുക, ഓരോ ദുർഘടങ്ങൾ വരുമ്പോൾ ഇയാൾക്ക് കൂട്ടായിട്ട് ഇങ്ങനെ അവസാനത്തോളം ഈ ഒരു ചെറിയ നായ പോകുന്നുണ്ട്. ഒടുവിൽ മോക്ഷകവാടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു അരുളപ്പാടുണ്ടാകുന്ന അരുളപ്പാട് ഇതാണ്, ധർമ്മപുത്രക്കകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ധർമ്മപുത്രർ പറഞ്ഞു, എൻ്റെ നായക്ക് പ്രവേശനമില്ലാത്ത ഒരിടവും എനിക്ക് പ്രതീക്ഷയല്ല, എൻ്റെ മോക്ഷമല്ല. കൂടെ നടന്ന നായയെ മോക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ശഠിക്കുന്ന ധർമ്മപുത്രരെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ എന്തോ ഒരു കാര്യങ്ങൾ പതുക്കെ ഇങ്ങനെ പാഞ്ഞു പോകുന്നില്ലേ? ഇപ്പം എല്ലായിടത്തും ആ വിശ്വസ്ത പ്രധാനപ്പെട്ട മൂല്യമാണ്. നഗരം വിടുവോളം ആരും ആരെയും വിട്ടുപോകരുത്. ക്രിസ്തു അതീവ വിശ്വസ്ത പുലർത്തിയ മനുഷ്യനാണ്. തന്റെ കഥകളിലൊക്കെ പറയാനായിട്ട് ശ്രമിച്ചത് ഈ വിശ്വസ്ത പുലർത്തിയ മനുഷ്യ കഥയാണ്. വിശ്വസ്തനായ വൃത്തിയാനൊക്കെ തുടങ്ങിയ എന്തുമാത്രം വിശേഷങ്ങളാണ് വേദപുസ്തകത്തിൽ മുഴങ്ങുന്നത്. വിശേഷിച്ചും ഈ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തതയാണ്, വലിയ കാര്യങ്ങൾ വിശ്വസ്തയുടെ മാനദണ്ഡമായിട്ട് അളവുകോലൊക്കെ ആയിട്ട് ലിറ്റ്മസ് പരീക്ഷയൊക്കെ ആയിട്ട് ക്രിസ്തു എടുക്കുന്നത്. എല്ലാവർക്കും ഈ ദൈവത്തോടൊക്കെ വിശ്വസ്ത പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദൈവം എന്ന് പറയുന്നുണ്ട്, ദൈവം എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആയ കൺസെപ്റ്റാണ്. നിങ്ങൾ എന്ത് അളവുകോലുകൾ കൊണ്ട് ആ വിശ്വസ്തയെ അടയാളപ്പെടുത്തും, ആ വിശ്വസ്തയെ വെളിപ്പെടുത്തും? അതിങ്ങനെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുന്ന വിശ്വസ്തയാണ്. കൂട്ടുകാരോട് പുലർത്തുന്ന വിശ്വസ്തത, മക്കളോട് പുലർത്തുന്ന വിശ്വസ്തത, ചങ്ങാതിയോട് പുലർത്തുന്ന വിശ്വസ്തത, ഗാർഹിക ബന്ധങ്ങളിൽ പുലർത്തുന്ന വിശ്വസ്തത, തൊഴിലിൽ പുലർത്തുന്ന വിശ്വസ്തത, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ പുലർത്തുന്ന ജാഗ്രത, ഇതൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡം. കർണാടകത്തിലൊരു ദിവാന്റെ ഒരു കഥ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ആ പേര് പതുക്കെ അദ്ദേഹത്തിന് വിട്ടുപോയി. ഒത്തിരി ജോലി ഭാരമുള്ള ഒരു മനുഷ്യനായത്. ഇപ്പോൾ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ തൻ്റെ ഔദ്യോഗിക ആവശ്യത്തിനുള്ള കുറേ ഫയലുകൾ എടുത്തുകൊണ്ടാണ് വരിക. പഴയ കറണ്ടില്ലാത്ത സമയമൊക്കെയാണ്. അപ്പം എഴുതിരി വെട്ടത്തിരുന്നാണ് ഇതൊക്കെ വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഫയൽ വായിക്കാൻ ആവശ്യമായ മെഴുതിരിയും ഓഫീസിൽ നിന്ന് കൊണ്ടുവരും. പക്ഷെ ആ മെഴുതിരി വെട്ടത്തിരുന്ന് ഈ കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ ഔദ്യോഗിക ഫയലുകൾ അവസാനിപ്പിച്ചിട്ട് അയാളൊരു വ്യക്തിപരമായ ഒരു കത്തെഴുതുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇയാൾ തൻ്റെ വീടിനകത്തുള്ള മെഴുതിരി കത്തേക്ക്, ഈ മെഴുതിരിയല്ല, ഒരു ചെറിയ ആ മെഴുതിരി പോലും വളരെ പ്രധാനപ്പെട്ടതൊക്കെയാണെന്ന് കരുതുമ്പോൾ, അത് തൻ്റെ വ്യക്തിപരമായ ഒരു ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്ന ഒരാൾ കരുതുമ്പോൾ, നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്ന ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം എങ്ങനെയാണ് ഭാരപ്പെടാതിരിക്കുന്നത്? ചെറിയ യാത്രകൾക്ക് പോലും ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത, എൻ്റെ ചെറിയ ബുദ്ധിക്ക് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഫിഗറുള്ള കണക്കൊക്കെ ഇങ്ങനെ പത്രങ്ങളിൽ വായിക്കുമ്പോൾ എല്ലായിടത്തും ഈ അവിശ്വസ്തര കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരയുന്നുണ്ട്, വിശ്വസ്തയുള്ള മനുഷ്യരെ തിരയുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകത്തിൽ അത് കിടപ്പുണ്ട്. ദൈവം വിശ്വസ്തരെ തിരയുക. സദൃശവാക്യങ്ങളാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ വായിക്കുന്ന കേൾക്കുന്നുണ്ട്, ജ്ഞാനികൾക്ക് ഭൂമി പഞ്ഞമില്ല. പക്ഷെ വിശ്വസ്തർ എവിടെയാണ്? എന്തിനോടും വിശ്വസ്ത പുലർത്തുന്ന മനുഷ്യർ എവിടെയാണ്? വെളിപാടിന്റെ പുസ്തകത്തിലൊക്കെ കിടപ്പുണ്ട്. അവസാനത്തോളം വിശ്വസ്ത പുലർത്തുന്നവർ ആ ദൈവരാജ്യം സ്വന്തമാക്കുന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആ കിരീടം സ്വന്തമാക്കുന്നൊക്കെ പറയുക. അപ്പൊ ആ ശ്രേണിയിൽ പെടുന്നവരാണോ നമ്മളെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എല്ലാത്തിനും വിശ്വസ്ത ആവശ്യമുണ്ട്. നഗരം വിടുവോളം അവസാനത്തോളം ആയിരിക്കാന്ന് പറയുമ്പോൾ ഈ കണ്ണടയുവോളം പുലർത്തേണ്ട വിശ്വസ്തയുടെ മുഴുവൻ പരാമർശങ്ങളിനകത്ത് കിടപ്പുണ്ട്. വിശേഷം നമ്മൾ കണ്ടുമുട്ടിയ എല്ലാ ബന്ധങ്ങളും ഇതിങ്ങനെ പരിണയം മാത്രമല്ല, പ്രണയത്തിൽ പുലർത്തേണ്ട വിശ്വസ്ത, സൗഹൃദത്തിൽ പുലർത്തേണ്ട വിശ്വസ്തത, ആ തൊഴിൽ മേഖലയിൽ പുലർത്തേണ്ട വിശ്വസ്തത, എല്ലാത്തിനകത്ത് ഇങ്ങനെ അവസാനം വരെ കൂടെ പോകാനായിട്ട് നമുക്ക് പറ്റുമോ? വിശേഷിച്ചും നമ്മുടെ കാലത്തൊക്കെ ഇങ്ങനെ മനുഷ്യരെ പാതി വഴി വിട്ടിട്ട് പോകുന്ന ഒത്തിരി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ആതുരത വരുമ്പോൾ, എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ, ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചീത്തപ്പേര് വരുമ്പോഴൊക്കെ എത്ര പെട്ടെന്ന് മനുഷ്യ വിട്ടിട്ട് പോവുക. ക്രിസ്തു അനുഭവിച്ച ദുഃഖങ്ങളിലൊന്നാത്. ക്രിസ്തു പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇടയനെ അടിക്കുമ്പോൾ ആടുകൾ ചിതറപ്പെടും. പൊതുവെ ആ പാലസ്തീനയുടെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അജപാല സംസ്കാരങ്ങളിലൊക്കെ, ഇടയ സംസ്കാരങ്ങളിലൊക്കെ കരുതപ്പെടുന്ന ഒരു വിചാരം ഇതാണ്, ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ലോയലായ ഒരു ജീവി എന്ന് പറയുന്ന ആടാന്നാ പറയുക. നമ്മൾ നേരത്തെ നായെ പരാമർശിച്ച കണക്ക, ആടിനിടയിലായി ജീവിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും ഇടയനൊരു അടി കൊള്ളുമ്പോൾ ആട് എവിടെ പോകുന്നു? അപ്പൊ നിങ്ങൾ ഉറ്റവർക്ക് ഒരു പരിക്ക് പറ്റുമ്പോൾ നിങ്ങൾ എവിടെ പോകുന്നു? അതാ പ്രധാനം. കഠിനമായ രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ വല്ലാത്തൊരു പേരുദോഷത്തിലേക്ക് അയാളുടെ ജീവിതം വലിച്ചിഴക്കപ്പെടുമ്പോഴൊക്കെ നിങ്ങൾ എവിടെയാ പോവുക? എൻ്റെ ഒരു ചങ്ങാതി പറഞ്ഞ കണക്കാണ്, അവൻ്റെ മീതെ ഒരു കെട്ടിച്ചുമത്ത ഒരു ആരോപണം വന്നു. ആ സെക്കൻഡ് തൊട്ട് ഇവനിങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ അവന് ഫോൺ എടുക്കാനായിട്ട് അവൻ്റെ കൂട്ടുകാർ തയ്യാറല്ല. ഇങ്ങനെ ചങ്ങാതി കൂട്ടുന്നവിടെ ഇങ്ങനെ ആഘോഷം നടന്ന ചെറുപ്പക്കാരനത്. അപ്പോൾ അവസാനത്തോളം പുലർത്തേണ്ട വിശ്വസ്തത, വിശേഷിച്ചും അത്തരം പരാമർശങ്ങളിൽ ആ പ്രണയവും പരിണയവും
സൗഹൃദമൊക്കെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. അതിങ്ങനെ താനെ സംഭവിച്ചതല്ല. ക്രിസ്തുവൊക്കെ പറയുന്നത് നമുക്ക് ദൈവമാണ് യോജിപ്പിച്ചത്. ദൈവിക നിശ്ചയമുള്ള ഒന്നാണ് ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവിക നിശ്ചയത്തിന്റെ ഭാഗമാണ് ആ ബന്ധങ്ങളുടെ അവസാനത്തെ ആ ചുവടോളം കൂടെ പോകുക എന്നുള്ളത്. ദാമ്പത്യം ശ്രദ്ധിക്കേണ്ട മേഖലയാണ് അത്. വിശേഷിച്ചും ഈ ഒരു സമയത്തൊക്കെയാണ് ഈ പരിണയ വേളകളിൽ നമ്മൾ പറയുന്ന പ്രതിജ്ഞയുടെ ഒക്കെ ഒരു ആഴം നമ്മൾ വ്യക്തമായിട്ട് ഓർമ്മിച്ചെടുക്കേണ്ടത്. യവനത്തിലൊക്കെ ആയിരിക്കും നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മദ്ബഹയുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ശ്രീകോവിന് മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല. ഇതൊക്കെ ഒന്ന് തപ്പിയെടുത്ത് വായിച്ച് നോക്കുക. എന്തൊക്കെയാണത്? ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ഒക്കെ ഇങ്ങനെ അക്കമ്പനി ചെയ്യാന്നുള്ള കൂട്ടുപോകാന്നുള്ളതാണ് ഈ വിശ്വസ്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ധർമ്മപുത്രക്ക് കൂട്ടുപോകുന്ന പോലെ, ധർമ്മപുത്ര നായക്ക് കൂട്ടുപോകുന്ന പോലെ ഈ ജീവിതത്തിന്റെ തീർത്ഥയാത്രകളിൽ ഇങ്ങനെ കൂട്ടുപോകാൻ പറ്റുമോ? കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഒറ്റക്കായിരിക്കാന്നുള്ള സങ്കടം. വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ഏറ്റവും ആദ്യത്തെ സങ്കടം അത് തന്നെ. എന്താണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ സങ്കടം? മനുഷ്യൻ ഒറ്റയാണ് ദൈവം കണ്ടു. മരണമായിരുന്നില്ല, രോഗമായിരുന്നില്ല, ഇതൊന്നും ആയിരുന്നില്ല മനുഷ്യന്റെ ആദ്യത്തെ ദുഃഖം. പട്ടിണിയുമായിരുന്നില്ല, ഒറ്റ. ആ ഒറ്റയായി മനുഷ്യൻ നിൽക്കുന്നതിന് പരിഹാരം എന്ന നിലയിലായിട്ടാണ് സൗഹൃദങ്ങൾ ഭൂമി രൂപപ്പെടുന്നത്, പ്രണയം രൂപപ്പെടുന്നത്, പരിണയം എന്ന് പറയുന്ന അതീവ ദൃഢമായ ഒരു ബന്ധം രൂപപ്പെടുന്നത്. എന്നിട്ടും ആ അവസാനത്തോളം കൂട്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. അത്തരം ബന്ധങ്ങളിലൊക്കെ ഓരോരുത്തരും ചങ്കി കൈവച്ചുകൊണ്ട് എടുക്കേണ്ട പ്രതിജ്ഞ ഇതാണ്: നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റക്ക് വിടില്ല. ഒരാൾ ഒറ്റക്ക് വിടുക എന്നുള്ളതാണ് ഒരു ബന്ധത്തിൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും കൊടിയ അപരാധം. എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ പോയാലും ജീവിതത്തിന്റെ പിന്നിലുള്ള മുമ്പുള്ള ആകസ്മികതകളെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. യഹൂദരുടെ വിവാഹ ചടങ്ങിൽ ചെയ്യുന്നൊരു ആചാരമുണ്ട്. ഒരു ചെറിയ ചില്ലുപാത്രത്തിൽ നിന്ന് അവർ ഒരുമിച്ചിങ്ങനെ വീഞ്ഞു കുടിക്കും. എന്നിട്ട് ഈ ചടങ്ങ് തീരുന്നതിനേക്കാൾ മുമ്പേ ഈ വീഞ്ഞു പാത്രം നിലത്തിട്ട് ഉടച്ചു കളയുന്ന ഒരു രീതിയുണ്ട്. എന്തൊരു കഠിനമായ ഓർമ്മപ്പെടുത്തലത്. ഇപ്പോൾ വളരെ സന്തോഷം തരുന്ന അനുഭവങ്ങളൊക്കെ വൈകാതെ ഇങ്ങനെ കയ്യിൽ നിന്ന് വഴുതി പോവുകയോ അല്ലെങ്കിൽ ഒരാൾ വേറൊരാളുടെ ആ ചില്ലുപാത്രത്തിൽ ഉടച്ചൊക്കെ കളയുമ്പോഴും കൂടെ നിൽക്കാൻ പറ്റുമോ? അതിങ്ങനെ ഗൗരവമായ ഒന്നായിട്ട് മാറുകയാണ്. ആ നിമിഷം ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് പറയുന്ന ദൈവവിളിയാണ് വാസ്തവത്തിൽ ബന്ധങ്ങൾ. അല്ലാതെ മനുഷ്യന് മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു സ്ഥൈര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്. അത് അവസാനത്തോളം ഒരു കാര്യത്തിന് കൂടെ പോകാന്നുള്ളത്. നമുക്കൊരു കൂതാശയുണ്ട്, സ്ഥൈര്യലേവൻ എന്ന് പറഞ്ഞ കൂതാശ. ചെറിയ പ്രായത്തിൽ നമ്മൾ സ്വീകരിച്ച കൂതാശകൾ കണക്കല്ല ഇത്. നമ്മൾ നല്ലതുപോലെ പക്വത പ്രാപിച്ചിട്ടുണ്ട്. നമ്മൾ ശരീരവും മനസ്സും ഒക്കെ പക്വത പ്രാപിച്ചതിന് ശേഷം മാത്രം നൽകപ്പെടുന്ന ഒരു കൂതാശയാണത്. അപ്പോൾ ഇതിങ്ങനെ ആന്തരികവും ഭൗതികവുമായി പക്വത കിട്ടിയിട്ടുള്ള എല്ലാ ഫിസിക്കലായിട്ട് പക്വത കിട്ടിയ മനുഷ്യരുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യബോധങ്ങളിൽ ഒന്നാണ് ഈ സ്ഥൈര്യം എന്ന് പറയുന്നത്. അവസാനത്തോളം ഒരാൾ പുലർത്തേണ്ട വിശ്വസ്തത. ക്രിസ്തുവിൻ്റെ ആ ഒരു പരിജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കോറിലേറ്റ് ചെയ്ത് വായിക്കുന്ന ഭാഗം കാനായിലെ കല്യാണം. കാരണം കാനായിലെ കല്യാണത്തിലാണ് ക്രിസ്തു തൻ്റെ ജീവിതം വെളിപ്പെടുത്താൻ ആരംഭിച്ചത്. ഇപ്പം ആ അത്ഭുതത്തിനകത്ത് മാനവരാശി എന്തായിരിക്കണമെന്നും മാനവരാശി എന്തിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ചൊക്കെ ചില ധാരണകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കഥയൊക്കെ എല്ലാവർക്കും അറിയാം. വെള്ളം വാഴ്ത്തി അവൻ വീഞ്ഞാക്കി മാറ്റി. സാധാരണ അനുഭവങ്ങൾ വളരെ ലഹരിയുള്ള അനുഭവങ്ങളാക്കി മാറ്റി. അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനകത്ത് ആ ഒടുവിലത്തെ വരിയാണ് ഇപ്പം എൻ്റെ ശ്രദ്ധയിലേക്ക് എപ്പോഴും കടന്നു വരുന്നത്. ഒത്തിരി കല്യാണ വിരുന്നുകളിൽ ഭക്ഷണം വിളമ്പിയ ആ കലവറക്കാരൻ, അയാൾ ഈ കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടുപിടിച്ചു. എന്താണത്? അവസാനത്തോളം ഇവർ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു. എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് ഒരു ബന്ധത്തിൽ കിട്ടാനില്ല. അവസാനത്തോളം നല്ല വീഞ്ഞ് സൂക്ഷിച്ചു. എല്ലാവരും അവരെ നല്ല വീഞ്ഞ് ആദ്യം വിളമ്പണം. ഞാനൊരു പരിചയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ഹാർട്ടിയായിട്ട് ഓരോ കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്നത്, എന്തുമാത്രം എന്ത് ചെയ്യുന്നുണ്ട്, റിഫൈൻഡ് ആയിട്ട് നമ്മുടെ ബിഹേവിയർ. ഞാൻ ആലോചിക്കുന്ന മിനിസ്ട്രിയുടെ തന്നെ ആലോചിക്കും. 10-18 വർഷമായി തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് ആ തിരുപ്പട്ടമൊക്കെ സ്വീകരിച്ച ആദ്യ വർഷങ്ങളിലൊക്കെ ഞാൻ എന്തുമാത്രം കമ്പാഷനേറ്റ് ആയിരുന്നു, എന്തുമാത്രം എമ്പതി പുലർത്തിയിരുന്നു. ഒരു തിരുവചന ധ്യാനം തന്നെ ഇങ്ങനെ പള്ളിയിലൊക്കെ പ്രസംഗിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഒരാഴ്ച, ഒരു ഞായറാഴ്ച മറ്റേ ആഴ്ച വരെ അതിനെക്കുറിച്ച് ചിന്തിച്ച് നടക്കുമായിരുന്നു. എന്നാൽ വൈകാതെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ചെറിയ മക്കളൊക്കെ പറയുന്ന കണക്ക് ഈ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ ദുരന്തം ഉണ്ടാകുന്നു. എല്ലാം അങ്ങനെയൊക്കെ മതി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ നമ്മൾ ധരിക്കുന്നു. അപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? ഓരോരുത്തരും അവരുടെ സെക്കൻഡ് ക്വാളിറ്റി വീഞ്ഞ് വിളമ്പാൻ തുടങ്ങുന്നു. അവസാനം വരെ നല്ല വീഞ്ഞ് സൂക്ഷിക്കുക. ഇതിന് വിളിക്കുന്ന വാക്കാണെന്ത്? സ്ഥൈര്യം. വാക്കും സ്ഥിരതയുള്ളതാവട്ടെ. വാക്കല്ലാതെ മറ്റെന്താണ് മാറ്റാൻ പറ്റുന്നതൊക്കെ മറ്റുള്ളൊക്കെ ചില ഫലിതങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ക്രിസ്തു ഉപാസകന് ഉള്ളി ഭാരം തോന്നണം. വാക്കത്ര അപ്രധാനമായ കാര്യമല്ല, മാറ്റം അർഹിക്കുന്ന കാര്യമല്ല വാക്ക്. വാക്കിന് സ്ഥൈര്യത്തിന്റെ കൃപ ലഭിക്കുന്നതിന്റെ പേരാണെന്ത്? വ്രതം. അപ്പോൾ വാക്ക് വ്രതമാവട്ടെ, ജീവിതം വ്രതമാവട്ടെ, എന്തിനും
സ്ഥൈര്യത്തിന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് വ്രതമായിട്ട് മാറും. പഴയ നിയമത്തില് സാംസന്റെ കഥയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിന്റെ സൂചന തന്നെയാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ അമർചിത്രകഥകളിൽ മാത്രം പ്രത്യക്ഷപ്പെടേണ്ട ഇത്തരം മല്ലന്മാരൊക്കെ എന്തിനാണ് വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഒരാളുടെ ശക്തിയുടെ സോഴ്സ് ഏതാണെന്നാ ചോദിക്കുക. എന്തായാലും മുടിക്കാത്താണെന്നൊക്കെ വിശ്വസിക്കാനായിട്ട് നിങ്ങളുടെ യുക്തിബോധം നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? ഇപ്പം മുടിയിലല്ലേ ശക്തി. എന്നിട്ട് ഈ മുടി മുറിക്കുന്നതോടുകൂടി ഈ മനുഷ്യൻ വല്ലാതെ നിസ്സഹായനാവുന്നുണ്ട്. ഒരു ചെറിയ ചണനാര് കൊണ്ട് കെട്ടിയിട്ട് പോലും അയാൾക്ക് പൊട്ടിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. മുടിയിലല്ലേ ശക്തി. പക്ഷെ ഈ മുടി മുറിക്കില്ല എന്നൊരു വാക്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാസിർ വധക്കാരനാ. അതിന്റെ ശീലങ്ങളിലൊന്ന് ഈ മുടനം ചെയ്യാത്ത ശിരസ, മുടി മുറിക്കാത്ത ശിരസ. അപ്പൊ അത് ലംഘിക്കുന്ന ആ നിമിഷം തൊട്ട് ഇയാൾ ഇങ്ങനെ പവർലെസ് ആയിട്ട് പോവുകയാണ്. അതിനിടയിൽ ഒരു കുഞ്ഞു വരി കിടപ്പുണ്ട്. ദൈവം അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പുലർത്താതെ പോകുന്ന അസ്ഥിരത, അസ്ഥൈര്യമില്ലായ്മ, ആ ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് ഗണിക്കാതെ പോവുക, പതുക്കെ പതുക്കെ അത്തരം സമയങ്ങളിൽ ആ ബൈബിളിൽ ആ കഠിനമായ വരി നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ദൈവം പതുക്കെ പതുക്കെ ഇങ്ങനെ മനുഷ്യർ വിട്ടുപോകുന്നുണ്ടോ? യേശു അതുകൊണ്ടാണ് ഈ വാക്കു പാലിക്കാത്തൊരു മകന്റെ കഥ പറഞ്ഞ് ഭാരപ്പെട്ടത്. ഒരച്ഛന് 2 മക്കളുണ്ടായിരുന്നു. ഒന്നാമനോട് അയാൾ പറഞ്ഞു, നീ പാടത്ത് പണിക്ക് പോവുക. അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ പോയേക്കാം. എന്നിട്ടോ നമ്മൾ ഇത് പറയുന്ന ഈ 2013 ആ ജനുവരിയോളം അയാൾ പോയിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ പോയില്ല. എന്നിട്ടും വൈകാതെ ആ മനുഷ്യന്റെ മാനസാന്തരമുണ്ടായി, റിപ്പനൻസ് ഉണ്ടായിട്ട് അയാൾ പോവുകയാണ്. എല്ലായിടത്തും ഗുരുക്കന്മാർ പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ മുതിർന്നവർ പറയുമ്പോഴൊക്കെ എല്ലാവരും നന്നായിട്ട് തലയാട്ടുന്നുണ്ട്. എന്നിട്ടും അവരുടെ പിന്നീടുള്ള ജീവിതം അതിന് നിരക്കുന്നതാണോ, ആ വാക്കിനോട് വിശ്വസ്ത പുലർത്തുന്നതാണോ, ആ വാക്കിനെ വ്രതമാക്കുന്നതാണോ എന്നൊക്കെയുള്ള പ്രശ്നം മുമ്പിൽ നിൽപ്പുണ്ട്. ക്രിസ്തു ഒരർത്ഥത്തിൽ ഭാഗ്യവാനായിരുന്നു. കാരണം ക്രിസ്തുവിനോടൊപ്പവും ഇങ്ങനെ അവസാനം വരെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. കുരിശിന്റെ വഴികളൊക്കെ നമ്മളിങ്ങനെ കഠിന ഭാരത്തോടൊക്കെ വ്യാഖ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന് ലഭിച്ച അപൂർവ ഭാഗ്യം, ഒരുപക്ഷെ സാധാരണ മനുഷ്യർ കിട്ടാതെ പോയൊരു ഭാഗ്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. എന്താണത്? കുറെ പേരിങ്ങനെ അവനോടൊപ്പം അവസാനത്തോളമുണ്ട്. അത് മിക്കവാറും സ്ത്രീകൾ തന്നെ. എനിക്ക് തോന്നുന്നു ഒരു കാരണത്തോട് ഇങ്ങനെ അവസാനത്തോളം വിശ്വസ്ത പുലർത്താനായിട്ട് പറ്റുന്നത് പലപ്പോഴും പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീയാണ്. അതിപ്പോൾ സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും പ്രതിരോധ പ്രവർത്തനങ്ങളായാലും ലോകത്തുള്ള ഏതൊരു ഇടപെടലിനകത്തായാലും നമുക്ക് മനസ്സിലാവും ഈ അവസാനത്തോളം വിശ്വസ്ത പുലർത്തുന്ന മിക്കവാറും സ്ത്രീകൾ തന്നെയാണ്. പുരുഷനും വിശ്വസ്ത പുലർത്താൻ പറ്റും, സ്ത്രീയെ കണക്കാവുക എന്നുള്ള സാരം. അതുകൊണ്ടാണ് ഉള്ളുകൊണ്ട് സ്ത്രീയെ കണക്ക് തെല്ല് മാറിയ യോഹന്നാനും ഈ സ്ത്രീകളോടൊപ്പം അവസാനം വരെ പോകുന്നു. പിന്നെ ഒരാളെ നമ്മൾ നിശ്ചയമായിട്ടും മറക്കരുത്, അമ്മ മേരിയ. പലപ്പോഴും മാതാപിതാക്കന്മാരെന്ന നിലയിൽ നമുക്കൊരു കുഞ്ഞു പ്രശ്നമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന ദുർഘടമായ പ്രതിസന്ധികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊരു വേവലാതി നമുക്കുണ്ട്. മിക്കവാറും പാവപ്പെട്ട അപ്പനും അമ്മയെന്ന നിലയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാൻ പറ്റും, അവസാനത്തോളം അവരുടെ യാത്രയെ കൂട്ടുപോവുക, കുരിശിൻ ചുവടോളം. അതിനുള്ള ബലം, ഊർജമൊക്കെ ലഭിക്കാനായിട്ട് ആ ഒരു സ്ഥൈര്യലേപനം ഓരോരുത്തരെയും ശിരസിലുണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ രാത്രിയിൽ. ജീവിതം പ്രഭാമയം സന്നിധാനം